തട്ടിപ്പ് കേസിൽ പ്രതിയായ തൃശൂർ DCC സെക്രട്ടറി A. അഷ്റഫ് ഭീഷണിയുമായി രംഗത്ത്. മാള ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശാ സേവ്യറിനെതിരെയാണ് അഷ്റഫ് ഭീഷണി മുഴക്കിയത്. അഷ്റഫ് സുഹൃത്തുക്കൾക്ക് അയച്ച സന്ദേശത്തിലാണ് ഭീഷണി ഉള്ളത്. ഭൂമി നൽകാമെന്ന് പറഞ്ഞ് ഡോക്ടറിൽ നിന്ന് 25 ലക്ഷം തട്ടിയതിന് അഷ്റഫിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. പിന്നെ ഞാനൊരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയക്കാരനാണ്. എൻ്റെ നെഞ്ചത്തേക്ക് കയറാനാണല്ലോ എല്ലാവർക്കും ധൃതി. കാരണം അത് എല്ലാവർക്കും ഒരു സുഖമുള്ള ഏർപ്പാടാണ് ചില ആൾക്കൊക്കെ. പക്ഷേ ഒരു പബ്ലിക് സർവൻ്റായ ഡോക്ടർ ആശാ സേവ്യറിന് എവിടെ നിന്നാണ് ഇത്രയധികം പണം? 25 ലക്ഷം രൂപ എനിക്ക് തന്നു. എവിടെ നിന്നാണ് പണം? 1,05,00,000 രൂപയ്ക്ക് 3 മാസത്തിനകം എൻ്റെ ഭൂമി എടുത്തോളാമെന്ന് കരാറെഴുതി. 1,05,00,000 രൂപ അവർക്ക് എവിടെ നിന്നാണ്? തന്നെയുമല്ല, വടമ വില്ലേജ്, കുരുവലിശ്ശേരി വില്ലേജ്, കല്ലൂർ വടക്കുമുറി വില്ലേജ്, പള്ളിപ്പുറം വില്ലേജ്, അണ്ണലൂർ വില്ലേജ് എന്നീ സ്ഥലങ്ങളിൽ എത്രമാത്രം ഏക്കർ കണക്കിന് സ്ഥലമാണ് ഈ ഒരു സ്ത്രീയുടെ പേരിലുള്ളത്. അതൊക്കെ കൃത്യമായ രേഖകൾ സഹിതം ഞാൻ ഹാജരാക്കേണ്ട സമയത്ത് ഹാജരാക്കുന്നുണ്ട്. ഒരു പബ്ലിക് സർവൻ്റായ ഇവർ വരവിൽ കവിഞ്ഞ സ്വത്ത് എങ്ങനെയാണ് സമ്പാദിച്ചത് എന്ന് സമൂഹം വിലയിരുത്തട്ടെ. ശരി, വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരുന്നുണ്ട്. സാനു, ഇതിപ്പോൾ പണം തട്ടിയെന്ന പരാതി ഒരു വശത്ത്, മറുവശത്ത് പണം കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആൾ പരാതിക്കാരിക്ക് നേരെ ഭീഷണി. വിവരങ്ങൾ. അങ്ങനെ തന്നെ വേണം നമുക്കിതിനെ കരുതാനായിട്ട്. കഴിഞ്ഞ ദിവസമാണ്, അതായത് ഏപ്രിൽ 7-നാണ് ഈ കേസിന് ആസ്പദമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത്. അതായത് മാള ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ ആശാ സേവ്യറാണ് ഈ പരാതി നൽകിയത്. അതായത് തൃശ്ശൂർ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഷ്റഫാണ് ഇതിലെ കുറ്റക്കാരൻ. അഷ്റഫിനും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൾ അഖില, ഒപ്പം തന്നെ ഇടനിലക്കാരനായിട്ടുള്ള ഈ വസ്തു കച്ചവടത്തിൻ്റെ ഇടനിലക്കാരനായിട്ടുള്ള ജലീൽ എന്നിവർക്കെതിരെയാണ് ഈ ആശാ സേവ്യർ പരാതി നൽകിയത്. ഡോക്ടറുടെ പരാതിയെ തുടർന്ന് മാള പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിരുന്നു, FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെ അതായത് ഈ കേസിൽ പ്രതിയായിട്ടുള്ള അഷ്റഫ് ഒളിവിപ്പോവുകയായിരുന്നു. ഈ ഒളിവിപ്പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ള ഗ്രൂപ്പിലേക്ക്, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ച സന്ദേശത്തിലാണ് ഈ ഭീഷണിയുടെ സ്വരമുള്ളത്. അതായത് ഡോക്ടർക്ക് വരവിൽ കവിഞ്ഞ സ്വത്തുണ്ട്, അത് പല സ്ഥലങ്ങളിലും ഇവർ ഭൂമി വാരിക്കൂട്ടിയിട്ടുണ്ട്, ഇതെല്ലാം താൻ പുറത്ത് കൊണ്ടുവരും എന്നുള്ള തരത്തിലുള്ളൊരു ഭീഷണി സന്ദേശമാണ്. അതായത് 5 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വോയിസ് മെസ്സേജാണ്. അത്തരത്തിൽ നിരവധി വോയിസ് മെസ്സേജുകൾ ഇദ്ദേഹം കൈമാറിയിട്ടുണ്ട്. അതായത് ഇത് ഡോക്ടറുടെ ശ്രദ്ധയിലേക്ക് പെടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വോയിസ് മെസ്സേജുകളാണ് ഈ ഡോക്ടർ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ DCC ജനറൽ സെക്രട്ടറിക്കെതിരെ കേസെടുത്തതിന് തൊട്ട് പിന്നാലെ കോൺഗ്രസ് നേതൃത്വം, അതായത് തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവും വെട്ടിലായിരിക്കുകയാണ്. ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് നേതൃത്വത്തിലുള്ള ചിലർ സ്വീകരിക്കുന്നുണ്ട്. ആ നേതൃത്വത്തിലുള്ളവരുടെ സംരക്ഷണയിലാണ് ഈ അഷ്റഫ് ഇപ്പോൾ കഴിയുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ആരോപണമൊക്കെയാണ് പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ അഷ്റഫിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാളയിൽ BJPയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് ഈ അഷ്റഫിന്റെ ഉടമസ്ഥതയിലുള്ള 3 സെന്റ് സ്ഥലവും ആ വസ്തുവിലുള്ള കെട്ടിടവും ഈ ആശാ സേവ്യറിന് വിൽക്കാം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഇടനിലക്കാരനായിട്ടുള്ള ജലീൽ ഡോക്ടറെ സമീപിക്കുന്നത്. തുടർന്ന് 25 ലക്ഷം രൂപ അഡ്വാൻസ് ഇനത്തിൽ ഈ ഡോക്ടർ കൈമാറുകയായിരുന്നു. തുടർന്ന് ഈ വസ്തുവിലെ മുന്നാധാരമടക്കം അതിൻ്റെ മറ്റ് ആധാരങ്ങളടക്കം പരിശോധിച്ചപ്പെടുത്തേനാണ് മാളയിലെ പല ബാങ്കുകളിലായിട്ട് ഈ ഭൂമിക്ക് കടമുണ്ട്, ബാങ്ക് ലോണുകൾ എടുത്തിട്ടുണ്ട്, ഈ വസ്തു ജപ്തി ഭീഷണിയിലാണ്, ജപ്തി ചെയ്യാനിരിക്കുകയാണെന്നുള്ളൊരു വിവരം ഈ ഡോക്ടറുടെ ശ്രദ്ധയിലേക്ക് പെടുന്നത്. തുടർന്ന് ഡോക്ടർ ഈ അഷ്റഫിനെ ബന്ധപ്പെടുകയും തനിക്ക് ഈ ഭൂമി വേണ്ടെന്ന് ആവശ്യപ്പെടുക, അതായത് ഭൂമി തനിക്ക് വേണ്ട, താൻ തന്നെ പണം തിരികെ തന്നാൽ മതി, ആ പണം ലഭിച്ചാൽ മതി എന്ന് ഡോക്ടർ ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും 5 ലക്ഷം രൂപ മാത്രം, 25 ലക്ഷം കൈമാറിയതിൽ 5 ലക്ഷം രൂപ മാത്രമാണ് ഈ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഷ്റഫ് നൽകിയിട്ടുള്ളത്. ബാക്കി 20 ലക്ഷം രൂപ MDA തൻ്റെ 20 ലക്ഷം രൂപ എവിടെയെന്ന ചോദ്യത്തിന് ഈ അഷ്റഫിന്റെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടായത് തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഈ പണം വിനിയോഗിച്ചു, ഈ പണം തിരികെ തരാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ളൊരു മറുപടിയാണ് ഡോക്ടറിന് ലഭിച്ചത്. ഇതിനെ തുടർന്നാണ് ഡോക്ടർ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ അഷ്റഫ് ഒളിവിലാണ്. ഇദ്ദേഹത്തെ പിടികൂടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ശരി, തട്ടിപ്പ് കേസിൽ പ്രതിയായ തൃശൂർ DCC സെക്രട്ടറി A. അഷ്റഫ് ഭീഷണിയുമായി രംഗത്ത് വരുന്നു. അതേ അഷ്റഫിനെ പാർട്ടി സംരക്ഷിക്കുന്നുവെന്ന ആരോപണവും ശക്തമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.